ഹലോ ഫ്രണ്ട്സ്, ഷെഫീഖാണ് വിങ്സിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് പ്രചോദനങ്ങളുണ്ട്. നമ്മളെ സ്റ്റുഡൻസ് തന്നെ പലപ്പോഴായിട്ട് നമ്മോട് പറയാറുണ്ട്, ഈ വണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് നമ്മൾ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ലൈസൻസ് എടുത്തിട്ടും വാഹനം ഓടിക്കാൻ അറിയാത്തവർ. കാരണം വാഹനത്തിനെ കുറിച്ചൊരു ധാരണ, ഒരു വാഹനം എങ്ങനെ, ഒരു വണ്ടി എങ്ങനെ അല്ലെങ്കിൽ ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക്, ഇതിനൊക്കെ വർക്കിംഗ് എന്താ, ഒരു വാഹനം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതൊന്നും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണത്. അപ്പോൾ നമ്മളെ ഇങ്ങനൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാനുള്ള ഉദ്ദേശം ഇവർക്ക് എല്ലാവർക്കും കൂടെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗിന്നർ എങ്ങനെ ഒരു വാഹനം പഠിച്ചു തുടങ്ങുന്നത്, A to Z കാര്യങ്ങൾ, അതായത് ഒരു ബിഗിന്നർ മുതൽ ഒരു പ്രോ ഡ്രൈവർ, ഒരു ഡിഫെൻസീവ് ഡ്രൈവർ എങ്ങനെ ആകാം എന്നുള്ള അത്രയും ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഡിഫെൻസീവ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈവേഴ്സ് എല്ലാവരും നല്ല ഡ്രൈവർമാരല്ല. എങ്ങനെയെങ്കിലും വാഹനം പഠിച്ച് ഓടിച്ച് ഒരാൾ ഒരിക്കലും നല്ല ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല. നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് ഡിഫെൻസീവ് ഡ്രൈവറിനാണ്. ഡിഫെൻസീവ് ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോട്ടിൽ നമ്മൾ മാത്രമല്ല, അതായത് നമ്മുടെ വാഹനം ഓടിക്കുന്ന ആൾ മാത്രമല്ല, വേറെ വാഹനങ്ങൾ, കാൽനട യാത്രക്കാർ, ബാക്കിയുള്ള പൊതുവായിട്ട് എല്ലാവരെയും പരിഗണിച്ചിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും അപകടങ്ങളും വരുത്താതെ വാഹനം ഡ്രൈവ് ചെയ്ത് സേഫായിട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഡിഫെൻസീവ് ഡ്രൈവർ എന്ന് പറയും. അപ്പോൾ ഈ ഒന്നും അറിയാത്ത ഒരാളിൽ നിന്ന് ആ ഡിഫെൻസീവ് ഡ്രൈവറേക്കുള്ള യാത്ര അത് എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് തുടർന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.